പ്രധാന വാർത്തകൾ. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ തന്നെ. കീഴ്ക്കോടതി വിധി ശരിവെച്ച് ഹൈക്കോടതി. പ്രതി ദയ അർഹിക്കുന്നില്ലെന്ന് കോടതി. നീതി ലഭിച്ചെന്ന അമ്മ, നാടാഗ്രഹിച്ച വിധിയെന്ന് മന്ത്രി പി രാജീവ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തതിൽ പിഴവില്ലെന്ന് ആവർത്തിച്ച് ഡോക്ടർ ബിജോൺ ജോൺസനെ ചോദ്യം ചെയ്തു. ശസ്ത്രക്രിയ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്തതെന്ന് ഡോക്ടർ. ചോദ്യം ചെയ്യൽ അതീവ രഹസ്യമായി. സംസ്ഥാനത്ത് കനത്ത മഴ. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി. പത്തനംതിട്ട മണിമലയാറ്റിൽ 3 പേർ ഒഴുക്കിൽപ്പെട്ടു. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴ മല വെള്ളപ്പാച്ചിൽ. തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ട് രൂക്ഷം. കേരളത്തിലെ മഴക്കാല രോഗങ്ങൾ പടരുന്നു. ഇടുക്കിയിൽ വെസ്റ്റ് നൈൽ പനിയിൽ 1 മരണം. ബംഗൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് 1 മരണം കൂടി. മഞ്ഞപ്പിത്ത ബാധയിൽ മരണം 3ആയി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ അനാസ്ഥയെന്ന് പ്രതിപക്ഷം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനത്തിന് സർക്കാർ. ഓർഡിനൻസ് പുറത്തിറക്കാൻ മന്ത്രിസഭാ തീരുമാനം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും 1 വാർഡ് കൂടും. കൃത്യമായി മാനദണ്ഡങ്ങൾ ഇല്ലെങ്കിൽ നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും മരിച്ചെന്ന് ഇറാന്റെ സ്ഥിരീകരണം. മുഹമ്മദ് മുഖ്ബാർ ഇറാന്റെ താൽക്കാലിക പ്രസിഡന്റ്. താരം ദിമിത്രിയോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു. ആരാധകർക്ക് നന്ദി പറഞ്ഞ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. വിടവാങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരൻ.